എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാഗസന്യാസിമാരെക്കുറിച്ചാണ്. ഇത് എനിക്ക് വാട്സാപ്പിൽ കിട്ടിയ ഒരു മെസ്സേജിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് പലർക്കും കൃത്യമായി അറിയാത്ത ഒരു ജീവിതമാണ് നാഗസന്യാസിമാരുടേത്. നിഗൂഢവും ഗുപ്തവുമായ നാഗസന്യാസിമാരുടെ പ്രവൃത്തികളെക്കുറിച്ച് പലരും എഴുതിയിട്ടുണ്ട്. അഘോരികളും നാഗന്മാരും തമ്മിലുള്ള വ്യത്യാസത്തെയും കുറിച്ച് എഴുതിയതും കണ്ടിരുന്നു. അതുപോലെ കുറച്ചുകൂടി കാര്യങ്ങൾ ചേർത്തുള്ള വിവരണമാണ് ഞാൻ തരാൻ പോകുന്നത്. നാഗസന്യാസിമാർ അഗ്നി ആരാധകർ കൂടിയാണ്. അവർ ഏറ്റവും പവിത്രമായി കാണുന്ന ഒന്നാണ് അഗ്നി. രാവിലെയും വൈകിട്ടും അവർ വിറക് കൂട്ടിയിട്ട് കത്തിച്ച് അരികത്തിരിക്കും. ധൂനി എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത്. ഭിക്ഷയായി കിട്ടിയ ഭക്ഷണം അവർ അഗ്നിക്ക് നിവേദിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷിക്കൂ. ഉറങ്ങുന്നതും സന്ധ്യയ്ക്ക് ശേഷം സമയം ചെലവഴിക്കുന്നതുമെല്ലാം ഈ ധൂനിക്ക് അരികിലായിരിക്കും. ധ്യാനിക്കുന്നതും ഉറങ്ങുന്നതും ധൂനിക്ക് അരികിൽ തന്നെ. ശ്രീരാമകൃഷ്ണന് അദ്വൈതം ഉപദേശിച്ച തോത്താപുരി ഒരു നാഗസന്യാസിയായിരുന്നു. ഗുരുക്കന്മാരെ പേരെടുത്ത് വിളിച്ചിരുന്ന സമ്പ്രദായം ഭാരതത്തിൽ ഇല്ലാതിരുന്നതുകൊണ്ട് രാമകൃഷ്ണൻ അദ്ദേഹത്തെ ന്യാങ്ദ എന്നാണ് വിളിച്ചിരുന്നത്. നഗ്നൻ എന്നാണ് അതിനർത്ഥം. നാഗസന്യാസിമാർ നഗ്നരാണല്ലോ. ദക്ഷിണേശ്വരത്ത് താമസിച്ചിരുന്ന കാലത്ത് തോത്താപുരി പഞ്ചവടിയിലെ വൃക്ഷത്തണലിലാണ് വസിച്ചിരുന്നത്. മഴയായാലും വെയിലായാലും രാത്രിയായാലും പകലായാലും എപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ധൂനി കത്തിയെരിഞ്ഞ് കൊണ്ടിരിക്കും. ഭക്ഷണവും നിദ്രയും എല്ലാം ഈ ധൂനിക്കരികിൽ തന്നെ. എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രിയിൽ നിദ്ര സകല സമസ്ത ജീവജാലങ്ങളെയും തഴുകുമ്പോൾ തോത്താപുരി മരം കോച്ചുന്ന അതിശൈത്യത്തിൽ എഴുന്നേറ്റ് ആ ധൂനിക്ക് അരികിൽ ധ്യാനനിമഗ്നനായി ഇരിക്കുമായിരുന്നു. നാഗസന്യാസിമാരെ പലപ്പോഴും ശ്മശാനത്തിന് അരികിൽ കാണുന്നതിൻ്റെ രഹസ്യവും ഇതുതന്നെ. അഗ്നിയുമായി അവർക്ക് അത്തരമൊരു അടുപ്പമുണ്ട്. ധൂനി തപം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും ഉയർന്ന സാധനാതലത്തിൽ എത്തിയ നാഗസന്യാസിമാർക്കേ കഴിയൂ. ഒരു കുടത്തിൽ നിറയെ അഗ്നി ജ്വലിപ്പിച്ച് അത് ശിരസിൽ വെച്ച് അഗ്നിക്ക് നടുവിൽ ഇരിക്കുന്ന സന്യാസിമാർ വരെയുണ്ട്. ധൂനി തപസ്സിന് മുന്നേയായി തപസ്സിരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവർ ചാണകം മെഴുകി ശുദ്ധീകരിക്കും. ശേഷം സ്നാനത്തിന് പോകും. സ്നാനത്തിന് ശേഷം ദേഹമാസകലം ഭസ്മം പൂശി ഈ അഗ്നിയുടെ നടുവിൽ തപസ്സാരംഭിക്കും. തപസ്സിനായി സ്വീകരിക്കുന്ന ഏറ്റവും കഠിനമായ മാർഗങ്ങളിൽ ഒന്നാണ് പഞ്ചാഗ്നി മധ്യത്തിലെ തപസ്. നാഗസന്യാസിമാർ ഇത് സ്ഥിരമായി ചെയ്യാറുള്ളതാണ് എന്ന് അറിയുമ്പോൾ അവരുടെ സാധനാതലത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതും ജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുന്ന അഗ്നിക്ക് നടുവിൽ മണിക്കൂറോളം ഇരിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിലും കഠിനമായ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് കപാലങ്ങളിൽ അഗ്നി ജ്വലിപ്പിച്ചതിന് ശേഷം തപസ്സിരിക്കുന്നത്. നാഗസന്യാസിമാരുടെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന നിഗൂഢമായ ഒന്നാണ് ഈ കപാല തപസ്. പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇത് ചെയ്യുന്ന നാഗസന്യാസിമാരെ കണ്ടെത്താൻ പല സംഘങ്ങളും ഒളിച്ചുപോയിട്ടുണ്ട്. പലരും ഈ ക്രിയ തുടങ്ങുന്നത് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ബോധം പോയവരാണ്. രാവിലെ അവരെ എഴുന്നേൽപ്പിച്ച് തിരികെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നതും ഇതേ സിദ്ധന്മാർ തന്നെയാണ്. നാഗസന്യാസിമാർ മഹാകുംഭമേളയിൽ സന്നിഹിതരാണ്. അഗ്നിയുടെ മുന്നിൽ ശിവന്റെ പ്രത്യക്ഷ രൂപങ്ങളായ ഈ ദിഗംബരന്മാർ മനുഷ്യ മനസ്സിൻ്റെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. ആരെയും കൂസാതെ ആരെയും ഗൗനിക്കാതെ അവർ ആരെയും അനുഗമിക്കുന്നില്ല. ഭാരതീയർ അവരെയാണ് അനുഗമിക്കുന്നതും
പിന്തുടരുന്നതും. എല്ലാം കഴിഞ്ഞ് അവർ മൂർത്തിയെ ഉണർത്താൻ എന്ന വണ്ണം ശംഖനാദം പുറപ്പെടുവിക്കും. ആ മനോഹരമായ നാദത്തിൻ്റെ ഒടുവിൽ അവർ ആരോടും ഒന്നും പറയാതെ നടന്നകലും. അഹം എന്നതിനെ ശിവമാക്കി മാറ്റി ഹിമാലയത്തിൻ്റെ മനുഷ്യ നയനങ്ങൾക്ക് എത്താൻ കഴിയാത്ത ഏതോ ഒരു കോണിലേക്ക്. നന്ദി.